നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, ഒരുപക്ഷെ ദേശം മുഴുവൻ നോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. എന്തെന്നാൽ അവിടെ കേന്ദ്രത്തിൽ മുൻപ് മന്ത്രിയായിരുന്ന ടെക്നോക്രാറ്റ് കൂടിയായ രാഷ്ട്രീയക്കാരനായി വേഷമിട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ മാറ്റുരയ്ക്കുന്ന മണ്ഡലമാണ്. ഇപ്രാവശ്യം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങോട്ട് പോയിരിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ച പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അല്ല, BJPയുടെ അഭിമാനമായിട്ടുള്ള ഒരു മണ്ഡലമാണ് നേമം. രാജീവ് ചന്ദ്രശേഖർ വളരെ മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖർ താനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്തുകാർക്കൊക്കെ നന്നായിട്ട് അറിയാം. 24-ൽ മത്സരിക്കാൻ വന്നപ്പോഴേ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. അങ്ങനെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ നല്ലപോലെ അറിയാം. പക്ഷെ ഉൾപ്രദേശങ്ങളിലുള്ളവരൊക്കെ രാജീവ് ചന്ദ്രശേഖറിനെ അത്ര അങ്ങോട്ടൊരു പിടുത്തമായിട്ടില്ല. അദ്ദേഹത്തിന് മലയാളം അറിയാമോ? ഇദ്ദേഹം കോടീശ്വരനല്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ അറിയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. 2009-ൽ ശശി തരൂരും മത്സരിക്കാൻ വന്നപ്പോൾ കോൺഗ്രസ്സുകാരടക്കം എന്താണ് പറഞ്ഞത്? ഇതെവിടുന്ന് കെട്ടിയിറക്കിയത്? ഇതാരാണ്? ദന്തഗോപുരത്തിലിരിക്കുന്ന ശശി തരൂരിന് ഇവിടുത്തെ എന്ത് കാര്യം അറിയാം? മലയാളം അറിയാമോ? മലയാളം അദ്ദേഹം പറയുന്നത് കേൾക്കാനൊരു രസമുണ്ട്. പണ്ട് മാധവിക്കുട്ടി മലയാളം പറയുമ്പോൾ കേൾക്കാനൊരു രസമാണ്. മാധവിക്കുട്ടി മലയാളത്തിൽ അതിസുന്ദരമായി കഥകൾ എഴുതുന്നത് അല്ലേ? പക്ഷെ സംസാരിക്കുന്നത് കേൾക്കാൻ രസമുണ്ട്. പക്ഷെ തരൂര് 2009 വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബിന്ദു സംസാരിക്കുന്നതായിട്ടൊരു സാമ്യമുണ്ട് ഇവരുടെ മലയാളം, ആ ശബ്ദവും. അതെ അതെ അതെ. പിന്നീട് തരൂര് പിന്നെ 2014-ൽ വീണ്ടും മത്സരിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് 2013-ല് മലയാളം ക്ലാസിക് ലാംഗ്വേജ് ആയി മാറി, ശ്രേഷ്ഠ ഭാഷാ പദവിയും കിട്ടി. ശശി തരൂരും അതിനിടയ്ക്ക് മലയാളം നന്നായിട്ട് പഠിച്ച് തരൂരും ക്ലാസിക്കായി മാറുകയും ചെയ്തു. പിന്നെ 14-ലും 19-ലും 24-ലും തരൂര് വിജയിച്ചു. അപ്പൊ ഈ 24 വന്നപ്പോൾ തരൂരിനും അറിയാം ഉഗ്ര ഫൈറ്റാണ് നടന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഫേസ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിൽ നിന്ന് എന്ത് കിട്ടും തിരുവനന്തപുരം പിന്നെ പാർലമെന്റ് മണ്ഡലത്തില് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കി. അത് നേമംകാരും കാണുന്നുണ്ട്. നേമം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഉൾപ്രദേശമൊന്നുമല്ല, തിരുവനന്തപുരത്തിന്റെ ഹൃദയമാണ്. തൊട്ടടുത്ത പ്രദേശമാണ് തിരുവനന്തപുരം. അത് പഴയ തിരുവനന്തപുരം, ഈ നോർത്തും തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം ഒക്കെ. അപ്പൊ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഇത് 4 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഇടങ്ങള്. അപ്പൊ ഈ നേമത്ത് 2016-ൽ BJP പിടിച്ചെടുത്തു, O രാജഗോപാലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 2021-ൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു അന്തർധാരയാണെന്ന് പറയുന്നുണ്ട്. അത് പോയതോടുകൂടിയാണ് പിന്നെ വീണ്ടും ആ സീറ്റ് കിട്ടാതായതെന്നും പറയുന്നുണ്ട്. ശിവൻകുട്ടിയുമായിട്ടുള്ള എന്ന് പറയുന്നുണ്ട്. സത്യമൊന്നും അറിയില്ല, ഇതൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയ പിന്നാമ്പുറ വർത്തമാനങ്ങളൊക്കെയാണ്. കടകംപള്ളി ഇത്തവണയും മത്സരിക്കുന്നുണ്ട്, ശിവൻകുട്ടിയും മത്സരിക്കുകയാണ്, രണ്ടുപേരും മത്സരിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മാത്രം ഇതുവരെ അങ്ങോട്ട് നേമത്തേക്ക് കിട്ടിയിട്ടില്ല എന്നല്ല, പല പേരുകള് പറയുന്നുണ്ട്. ഇന്ന് വരുമായിരിക്കും പേര്. ഇന്ന് പേര് വരും. പക്ഷേ ഈ കഴിഞ്ഞ തവണ 21-ലും ഇവര് പിന്നെ പേരുകൾ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരുന്നു. നേമത്തെ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ലേ? അതെ അതെ, എന്ത് ബഹളമായിരുന്നു കോട്ടയത്ത്. അവിടെ പുതുപ്പള്ളിയില് ഉമ്മൻചാണ്ടിയുടെ വീടിന് മുകളില് വോട്ടർമാരൊക്കെ കയറിയിരുന്നു എന്നാണ് പറയുന്നത്. മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വളരെ പിന്നെ ഇപ്പതാണ്ട് പേര് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡാണ് മുട്ടട. മുട്ടട വാർഡ് ഇപ്പൊ മുട്ടട എന്ന് പറഞ്ഞപ്പോ കേരളത്തിലുള്ളവർക്കൊക്കെ അറിയാം. വൈഷ്ണവ് സുരേഷിന്റെ പേരും നേമത്ത് പറയുന്നുണ്ട്. ഇവര് വിചാരിച്ചത് ഈ മുട്ടടയുള്ള ഒരു 1500 വോട്ട് അല്ല, ഒരു 10,000-5000 വോട്ടിന്റെ ഇടയിൽ കിടന്ന് വലിയ പരിവേഷം കാണിച്ച ഒരു പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയി നിർത്തിയ അങ്ങ് നിയമം മറിക്കുമെന്നാണ് കോൺഗ്രസ്സുകാരുടെ ധാരണ. അതുപോലെ കഴക്കൂട്ടത്ത് നിർത്താൻ പിന്നെ ഇതാക്കിയിരുന്ന കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, JS അഖിൽ അഡ്വക്കേറ്റ്. JS അഖിലിന്റെ പേരും ഇപ്പോൾ അവിടെ പറയുന്നുണ്ട്. പഴകുളം മധുവിന്റെ പേരും പറഞ്ഞു. അങ്ങനെ പേരുകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. തീരുമാനത്തിലെടുക്കാൻ ഡോക്ടർ GS ഹരിയുടെ പേര്
തീരുമാനം ഇവർക്ക് ഇതെടുക്കാൻ നമ്മുടെ സംവാദത്തിലൊക്കെ പതിവായിട്ട് പങ്കെടുക്കുന്ന ഒരു സുമുഖനും സുന്ദരനും അതുപോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. വളരെ കോൺഗ്രസ്സുകാരിൽ അത്രയും അങ്ങനെയൊക്കെ വരുന്നവരെ നമുക്ക് റയറായിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ ശിവൻകുട്ടിയെ മത്സരിക്കുന്നതെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരമായിരിക്കും നിയമത്ത് നടക്കാൻ പ്രധാനമായിട്ട്. ഈ രണ്ടുപേരുടെയും നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കണം. ശിവൻകുട്ടിയിലേക്ക് വരാം. ശിവൻകുട്ടിയെ എനിക്ക് 80കളിലെ SFI പിന്നെ പ്രവർത്തനകാലം മുതലേ എനിക്കറിയാം. അന്നൊക്കെ ശിവൻകുട്ടി വളരെ ഇതായിട്ട് വന്ന് നമ്മുടെ തോളി കൈയൊക്കെ ഇട്ട് നമ്മളെ അങ്ങ് പിന്നെ ഉന്മേഷവാനാക്കുന്നതിൽ വലിയ പങ്കാണ്. ഞാൻ MG-യിലായിരുന്നു. അന്നൊക്കെ എല്ലായിടങ്ങളിലും വരും ശിവൻകുട്ടി, എല്ലാ കോളേജിലും വരും, തോളൊക്കെ കൈയിട്ട് വിജയനാഥ് അങ്ങനെ വേണം ഇങ്ങനെ വേണം, നമുക്ക് നമ്മളിപ്പോൾ നമ്മുടെ പേരെടുത്ത് നമ്മളെ സംബോധന ചെയ്തില്ലേ എന്നൊക്കെ വരുമ്പോൾ ഇതേ തരത്തിലുള്ള ഒരു രീതിയാണ് ശിവൻകുട്ടിക്ക് നിയമമണ്ഡലത്തിലുള്ളത്. അതുപോലെ ഗുണ്ടായുസത്തിനും മോശമല്ലായിരുന്നല്ലോ. തന്നെ ഏത് KSUക്കാരനെ ആണ്ടിച്ചെടുത്ത് കോളേജിന്റെ മതിലിനകത്തേക്ക് അദ്ദേഹത്തിന് സംഘമായിട്ട് ബന്ധമുണ്ട്. അല്ലെ അന്നത്തെ SFI-ക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നെ സ്റ്റാൻഡേർഡ് ഗുണ്ടായുസവും ഒക്കെയുള്ള ആൾക്കാർ ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ആഷോയെ പോലൊന്നും അല്ല. അപ്പൊ ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുള്ളവരെ പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ബന്ധം ഉണ്ട്. പിന്നെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഏത് കുടിലും ആ കൊട്ടാരത്തിലും ഒക്കെ ചെന്ന് കയറി ചെല്ലാനുള്ള അടുപ്പമാണ് ശിവൻകുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൽ വലിയ പരാജയം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പലരും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസമാകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം അല്ലല്ലോ അത് മതി. അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വിദ്യാഭ്യാസം അല്ലല്ലോ, നമുക്ക് ഡിഗ്രി വെച്ച് ചെയ്യേണ്ട ഒരു പോസ്റ്റ് അല്ലല്ലോ മന്ത്രി. ആളുകളുടെ പ്രശ്നം അനുസരിച്ച് അപ്പം മോദിയും വലിയ വിദ്യാഭ്യാസമുള്ളതല്ല, പക്ഷെ ജനങ്ങളുടെ ഹൃദയം അറിയാം, അത് കഴിവുള്ള ഒരാളാണ്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സംശയമൊന്നുമില്ല. അപ്പം ഈ ശിവൻകുട്ടിക്ക് അങ്ങനെ അപ്പം എല്ലാ തരത്തിലും ഒരു അംഗീകാരം കിട്ടിയിരിക്കുകയാണ്. അതെ. അപ്പം ഇത്തവണ എല്ലാവരും വിചാരിച്ച ശിവൻകുട്ടിയെ അങ്ങ് മാറ്റി നിർത്തും. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നേരിടുന്നു. അദ്ദേഹം നേരിട്ട് പറഞ്ഞതാണ്. പ്രാവശ്യം ഞാനില്ല. നമുക്ക് കാണുമ്പോഴും അറിയാം. നമ്മുടെ സംവാദത്തിന് വന്നാൽ പുള്ളിക്ക് മുട്ടുമടക്കാൻ അധികം നേരം ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അന്നേ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രശ്നമുണ്ട്. അതെ. അപ്പൊ അങ്ങനെ മാറി നിൽക്കുമെന്നാണ് കരുതിയത്. ഇനി നമുക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ അതിലേക്ക് വരാം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേമത്തെ ശിവൻകുട്ടിക്കുള്ള ആ ഒരു ബന്ധം നേമത്തിലെ വോട്ടർമാരുമായിട്ടില്ല. കാരണം ഇദ്ദേഹം വളരെ വൈകി തിരുവനന്തപുരത്തേക്ക് വന്ന ആളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന് ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ, അത്തരത്തിലുള്ള ഒരു വിഷൻ ശിവൻകുട്ടിക്കില്ല. ഈ മണ്ഡലത്തിനെ ഏത് തരത്തിൽ വികസിപ്പിച്ചു കൊണ്ടുവരാം. ഒന്നാന്തരം ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ. നേമം മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ തിരുവനന്തപുരം സൗത്താണ്. തിരുവനന്തപുരം സൗത്താണ്. നോർത്ത് എന്ന് പറയുന്നത് വേളി, കൊച്ചുവേളി. അപ്പൊ ഇതിനൊരു വികസനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നെയ്യാറ്റിൻകരക്കാരുടെ പറഞ്ഞു, ഇവിടെ ഒരു IT ഹബ്ബ് വരും, നെയ്യാറ്റിൻകരയിൽ IT ഹബ്ബ് വരും, തോറ്റാലും ജയിച്ചാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താക്കളാകാൻ ഈ നിയമമണ്ഡലത്തിലുള്ളവർക്കും കഴിയുമല്ലോ. നേമം ഒരു കാര്യം കൂടെ വിജയനാഥ്, നേമം, ബാലരാമപുരം, നെയ്യാറ്റിൻകര ഏറ്റവും പാവപ്പെട്ട ആളുകളുടെ ഒരു തരത്തിലും ഒരു പാവങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഒരു തരങ്ങൾ കൂടുതലും നായർ കമ്മ്യൂണിറ്റി. പിന്നെ RSSന് ധാരാളം ശാഖകളുള്ള ഒരു മണ്ഡലമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ പിന്നെ കോർപ്പറേഷൻ BJP അധികാരത്തിൽ വന്നതിൻ്റെ ഒട്ടുമിക്ക വാർഡുകളും നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ളതാണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖർ 1ാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ്. എനിക്ക് അവിടെ ഒരു സംശയം ഉള്ളത്, ഈ ഭീമാപ്പള്ളിയുടെ ഈ മണ്ഡലം പിന്നെ ഇത് ചെയ്തു നവീകരണം നടത്തി ഏകീകരണം നടത്തി കഴിഞ്ഞപ്പോൾ ഡിലിമിറ്റേഷൻ അവിടെ സംഭവിച്ചത് ഈ ഭീമാപ്പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. കുറച്ച് മുസ്ലിം വോട്ടുകൾ. അത് ഏത് തരത്തിൽ മറിയും? അതിപ്പോൾ VS രാജേഷ് അല്ല നമ്മുടെ VV രാജേഷ് വളരെ ഭംഗിയായിട്ടൊരു കാര്യം കോർപ്പറേഷൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പിൽഗ്രിം ടൂർ, അതായത് പുണ്യയാത്ര, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം, വെട്ടുകാട് പള്ളി, അതുപോലെ തന്നെ ഈ
പറഞ്ഞ ഈ സ്ഥലം ഭീമാപ്പള്ളി ഇതിനെ ചേർത്തൊരു വലിയൊരു പിൽഗ്രിം ടൂറിസം സംഘടിപ്പിക്കാനുള്ള പ്ലാൻ ചെയ്ത് ഇപ്പോൾ ബജറ്റിൽ അത് പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പാക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, മത സൗഹാർദ്ദത്തിനും പറ്റിയൊരു കാര്യമാണ് അത്. തീർച്ചയായിട്ടും ഭീമാപ്പള്ളി എന്ന് പറഞ്ഞാൽ വളരെ അവിടെ വിദേശ സാധനങ്ങളാണ് വിൽക്കുന്നതെങ്കിൽ വളരെ പിന്നാക്കാവസ്ഥയിലുള്ള സ്ഥലമാണ്. ഈ ടൂറിസം അവിടെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാക്കി മാറ്റാവുന്ന ഒന്നാണ് ടൂറിസം. ആ പാക്കേജിൽ ഉൾപ്പെടുത്തി ഇതുവരെ ഒരു മേയറും അതിനെക്കുറിച്ച് അങ്ങനെ അതിന്റെ ഗുണം കിട്ടിയാൽ നന്നായി. എനിക്ക് അവിടെയാണ് ഒരു സംശയം ഉള്ളത്. ഇത്തരത്തിൽ മണ്ഡലം പുനർനിർണയം നടത്തി കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ ഇവർക്ക് എതിരായിട്ട് വരുമോ എന്നുള്ള കാര്യമാണ്. പിന്നെ കോൺഗ്രസിന് നമുക്കറിയാമല്ലോ, ഒരിക്കൽ സുരേന്ദ്രൻപിള്ള ഇവിടെ മത്സരിച്ചിട്ടുണ്ട് LDF സ്ഥാനാർത്ഥിയായിട്ട്, നാണം കെട്ട് പോയി എന്നുള്ളതാണ്. നാണം കെട്ട് ചീത്തയും വിളിച്ചു കോൺഗ്രസിന്. പിന്നെ ഇവിടെ നായർ സമുദായം, ഈഴവ സമുദായം, വെള്ളാള സമുദായം, നാടാർ അല്ലേ, ഇതൊക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ ഉള്ളവർ ഇപ്പോൾ ആ ഫേസ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അനുകൂല ഘടകമാക്കി മാറ്റാം എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ മത്സരിക്കുന്നത് ആരൊക്കെ തമ്മിലെന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖറും ശിവൻകുട്ടിയുമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെ ജനത്തിനോട് BJP പറയുന്നതും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്ന് പറയുന്നത്, കാരണം കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അവിടെ MLA ആയി കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ ചിത്രം മാറും എന്ന് തന്നെ പറയാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ, പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത്. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോക്കൽ വേഴ്സസ് വോക്കൽ. കാരണം വളരെ വാചാലനായിട്ട് സംസാരിക്കുന്ന ശിവൻകുട്ടിയും അതുപോലെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, ഇതാണ് പറഞ്ഞത് ലോക്കൽ വേഴ്സസ് വോക്കൽ എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവിടെ നടക്കുന്ന മത്സരമെന്നാണ് എനിക്ക് തോന്നുന്നു. അത്തരത്തിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.